Hello and welcome to Dr. Skin's podcast session on pigmentary disorders. Today we're going to unveil certain mysteries involved with pigmentary disorders and uneven skin tone. We have with us expert dermatologist from Dr. Skin. We have Dr. Tina Mary Joseph, who is a dermatologist with about 6 years experience. She's been working with Dr. Skin Thrissur branch, and her areas of interest is acne and eczema. Welcome, Dr. Tina. We also have with us Dr. Tony Kunjaria, who is a consultant dermatologist with Dr. Skin at branches in Thrissur and Kochi. And he's got about 5 years experience in dermatology. And his areas of interest, well, he says he likes to reverse the entire process of aging. Welcome, Dr. Tony. Thank you. അപ്പോൾ ഡോക്ടർ ടീന, നമ്മൾ ഈ പിഗ്മെന്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ വാട്ട് എക്സാക്ട്ലി എന്തൊക്കെ ഉൾപ്പെടും ഈ പിഗ്മെന്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ? പിഗ്മെന്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. അപ്പോൾ ഇതിനകത്ത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പിഗ്മെന്റേഷൻ കുറവുള്ളത്, ദാറ്റ് ഇസ് ഹൈപ്പോ പിഗ്മെന്റേഷൻ, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കൂടുതൽ, മെലാനിന്റെ കണ്ടന്റ് കൂടുതലായി നമുക്ക് ഡിസ്കളറേഷൻസ് വരുന്നത്, അത് ഹൈപ്പർ പിഗ്മെന്റേഷൻ. നമുക്കിപ്പോൾ കവർ ചെയ്യാൻ പറ്റുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നുള്ള കോസസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ. കൂടുതൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസിൽ കൂടുതലും പേഷ്യൻസ് കംപ്ലൈൻസ് ആയിട്ട് വരുന്ന ഹൈപ്പർ ഈ മുഖം കറുക്കുമ്പോഴാണോ? അങ്ങനെ കാണാറുണ്ടോ? രണ്ട് രീതിയിലും വരാറുണ്ട്. കരിവാളിപ്പായിട്ടും വരാറുണ്ട്, പിന്നെ നമ്മൾ ഈ വെള്ളപ്പാണ്ടായിട്ട് വരാറുണ്ട്, കളർ കുറഞ്ഞ് ചുണങ്ങലായിട്ട് വരാറുണ്ട്. കുറെ രണ്ടും രീതിയിൽ വരാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു we just probably stick to reasons on why ഈ പറഞ്ഞ uneven skin tones in terms of hyperpigmentation എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് ഇന്ന് അതിനെ പറ്റി കൂടുതലും കൺസേണിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസിന്റെ കൺസേൺ വരുന്നത് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ. So can you just tell us എന്തൊക്കെയാണ് causes? How do we so most commonly നമ്മള് ചെറുപ്പക്കാരും വലിയവരായാലും നമ്മൾ ഈ കുരു വന്ന പോയ പാട്, നമ്മളുടെ കുരു വന്ന് ഉണങ്ങുമ്പോ പാടായിട്ടായിരിക്കും ഉണങ്ങുന്നത്. സോ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ പറയും. നമ്മൾ കുരു പൊട്ടിച്ചാലേ ഉള്ളൂ? കുരു പൊട്ടിച്ചു കഴിഞ്ഞാൽ പുഴി വരും. സോ ഒരിക്കലും കുരു പൊട്ടിക്കരുത്. സാധാരണ രീതിയിൽ കുരു പോകുന്നത് പാടായിട്ടായിരിക്കും പോകുന്നത്. സോ നമ്മൾ എപ്പോഴും പേഷ്യൻസിനോട് പറയും, മുഖത്ത് ഒരിക്കലും തുടരുത്, കൈ എപ്പോഴും മാറ്റി വെക്കണം. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് ഉണങ്ങുമ്പോൾ പാടായിട്ടായിരിക്കും ഉണങ്ങുന്നത്. ഒരു ഇൻഫ്ലമേഷൻ പ്രോസസ് കഴിഞ്ഞിട്ട് ഒരു ഹീൽ ചെയ്യുമ്പോൾ പാടായിട്ടായിരിക്കും ഹീൽ ചെയ്യണത്. ഒരു രീതി. പിന്നെ എന്തൊക്കെയാണ് പിഗ്മെന്റേഷൻ വരാനായിട്ട്? പിന്നെ മെലാസ്മ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് ഭയങ്കര കോമൺ ആണ്. അത് ഫീമെയിൽസിന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. യൂഷ്വലി പിന്നെ വരുന്നത് സൺ ഡാമേജസ്. നമ്മൾ ഏജ് ആവും തോറും നമുക്ക് ഏജിങ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണാം. ലൈക്ക് അൺഈവൻ സ്കിൻ പിഗ്മെന്റേഷൻ, അൺഈവൻ സ്പോട്സ്, പിന്നെ ഏജ് സ്പോട്സ്, അങ്ങനെ ഒരു ഡൾനെസ്, ടാനിങ്, ഇതൊക്കെ വരാം ആസ് എ പ്രോസസ് ഓഫ് ഏജിങ് ആസ് വെൽ ആസ് ഭയങ്കരമായിട്ട് സൺ എക്സ്പോഷർ വരുന്ന സമയത്ത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോ ഷീ മെൻഷൻ ദാറ്റ് ലേഡീസിന് കൂടുതൽ കണ്ടുവരുന്നു എന്ന്. അതിൽ എന്തെങ്കിലും സയന്റിഫിക് റീസൺ ബിഹൈൻഡ് വൈ ഇസ് ഇറ്റ് മോർ കോമൺ അമംഗ് വിമൻ? ഫീമെയിൽസിനാണ് ഈ മെലാസ്മ കരിമംഗല്യം കൂടുതൽ കാണുന്നത്. കരിമംഗല്യം എന്നാണ് പറയുന്നത്. കരിമംഗല്യം എന്നാണ് പറയുന്നത്. സോ അത് മോസ്റ്റ്ലി ഫീമെയിൽസിനാണ് കാണുന്നത്. മെയിൽസിനും വരൂലെന്നല്ല, ഒരു 10% മെയിൽസിൽ വരാം. അത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ വേരിയേഷൻ വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രഗ്നന്റ് ലേഡീസിൽ വരാറുണ്ട്. പിന്നെ ഫീമെയിൽസ് ഓൺ ടേക്കിംഗ് പിൽസ്, OC പിൽസ്, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കുന്നവർക്ക് വരാം. ഇതെല്ലാം മോസ്റ്റ് കോമൺ റീസൺസ്. ഇങ്ങനെ ഏജ് ഗ്രൂപ്പ് ഉണ്ടോ സ്പെസിഫിക്കലി? എപ്പോഴാണ് ഈ മെലാസ്മ സ്റ്റാർട്ട് ചെയ്യാൻ? ഒരു 40s കഴിയുമ്പോൾ, ഒരു 45, പിന്നെ മെനപ്പോസിലോട്ട് കടക്കുന്നവർക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു ഏജ് ഗ്രൂപ്പാണ് 40, 45, 50s. ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഹോർമോണൽ ഇംബാലൻസ് ആണ് മോസ്റ്റ് കോമൺ റീസൺ മെലാസ്മ വരാൻ. ഈ എൽഡർലി ആൾക്കാര് ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറപ്പി എടുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഒക്കെ കുറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് കാരണം ഇവര് റീപ്ലേസ്മെന്റ് തെറപ്പി എടുക്കും. അപ്പൊ അത് കാരണമായിട്ടും ഈ മെലാസ്മ വരാം. I thought HRT ചെയ്യുമ്പോൾ I was thinking that ഇങ്ങനത്തെ ഉള്ള സ്കിൻ പ്രശ്നങ്ങൾ കുറയുന്നതാണ് ഞാൻ. മെലാസ്മ can get triggered. ഡോക്ടറെ, ഈ കഷ്ടകാലം വരുമ്പോ കരിമംഗല്യം വരും, കണ്ണുനീര് വീണാലേ കരിമംഗല്യം പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? ഒരു ഇതുമില്ല. പാരമ്പര്യമായിട്ട് ആൾക്കാർ ഇതിനെ പറഞ്ഞു നടത്തുന്ന സംഭവങ്ങളാണ്. ഇതിലൊന്നും ഒരു ബന്ധുവില്ല. ഒരു ഡെർമറ്റോളജിയിൽ കഷ്ടകാലം ഇല്ല. നമ്മള് ജ്യോതിഷനൊന്നുമല്ല, ആസ്ട്രോളജിസ്റ്റ് ഒന്നും ഒന്നും ചെയ്യാൻ. ഇതായിട്ട് ഒരു ബന്ധുവില്ല. അതെല്ലാം ആൾക്കാർ പണ്ടേ തൊട്ട് പറയണ സംഭവങ്ങളാണ്. ഇതായിട്ട് ഒരു ബന്ധുവില്ല. സോ ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നല്ല നല്ല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു പേഷ്യന്റ് ചോദിക്കുമ്പോൾ ഡോക്ടർ എന്താ പറയാറ്? I'm sure we have got these questions on Instagram also. നമ്മൾ അവരെ കൗൺസിൽ ചെയ്യുക. ഇതുകൊണ്ടല്ല വരുന്നത്, ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇത് വരാം. നമുക്ക് ജനറ്റിക്കലി നമ്മുടെ ഫാമിലിയിൽ ഇത് റൺ ചെയ്യുന്നുണ്ട്, നമ്മുടെ റിലേറ്റീവ്സിനുണ്ട്. നമ്മൾ കൂടുതലായിട്ട്
വെയിലത്ത് വെയിലത്ത് പോവാണ്, നിൽക്കേണ്ട ഒരു രോഗം ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതായിരിക്കും അല്ലേ? സൺ പ്രൊട്ടക്ഷൻ എടുക്കുന്നില്ല, നമ്മള് സൺസ്ക്രീൻ പരത്തുന്നില്ല, വെറുതെ പോവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ വരും. അതിപ്പോ കഷ്ടകാലമായിട്ടൊരു ബന്ധമില്ല. ആൻഡ് മെലാസ്മയ്ക്കും ഈ പറഞ്ഞ പോലെ ഇത് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും സ്പെസിഫിക് വ്യത്യാസങ്ങളുണ്ടോ? എനിത്തിങ് ഡിഫറെന്റ് ദാറ്റ് യു ഡു ഫോർ മെലാസ്മ ഇൻ പർട്ടിക്കുലർ? സോ നമ്മൾ മെലാസ്മ ആദ്യം തന്നെ അസസ് ചെയ്യും, ഹൗ ബാഡ് ഇസ് ഇറ്റ് എന്ന് നമ്മൾ അസസ് ചെയ്യും, എത്ര സിവിയർ ആണെന്നെല്ലാം നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ പല രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാം. ടോപ്പിക്കൽ ക്രീംസ് ഉണ്ട്, ഓയിൻമെന്റ്സ്, ജെൽസ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യണം. ലൈക്ക് പീൽസ് ഉണ്ട്, ലേസേഴ്സ് ഉണ്ട്, പിന്നെ കുറെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. എടുക്കാൻ ഐ വി പോലെ എടുക്കുന്നതാണോ അതോ ലോക്കലൈസ്ഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്യും? ഇല്ല, ഐ വി പോലെ എടുക്കണമായിരിക്കും ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. Okay. സോ നമ്മൾ എന്ത് പ്രൊസീജിയർ ചെയ്താലും അതിന് മെയിൻ്റെനൻസ് ഫേസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ട്രീറ്റ്മെന്റ് എടുത്ത് പേഷ്യന്റ് ഹാപ്പി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് സൺസ്ക്രീൻ ഒന്നും ഇല്ലാണ്ടും മെയിൻ്റെനൻസ് ക്രീംസ് ഒന്നും ഇല്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആയിരിക്കും. റീബൗണ്ട് അടിക്കാനും ചാൻസ് ഉണ്ട്. റീബൗണ്ട് വരും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പിഗ്മെന്റേഷൻ ഉപയോഗിക്കുന്ന ക്രീം ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ പിഗ്മെന്റേഷൻ കൂടുന്നുണ്ട്. യെസ്. അപ്പൊ നമ്മൾ ഈ രാത്രി യൂസ് ചെയ്യുന്ന ക്രീംസ്, ഈ ഡീപ് പിഗ്മെന്റിംഗ് ക്രീംസ് എല്ലാം നമ്മുടെ സ്കിന്നിനെ ഒന്ന് കട്ടിപ്പ് കുറയ്ക്കുക, സ്കിൻ ലൈറ്റനിങ് ക്രീംസ് ആണ്. അപ്പം അത് വെച്ചിട്ട് രാവിലെ സൺസ്ക്രീൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ സ്കിൻ വിൽ ബി മോർ വൾണറബിൾ ആൻഡ് ഡാമേജ്ഡ്. കുറച്ചും കൂടെ സൺലൈറ്റ് മോർ സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സ്കിൻ ലൈറ്റനിങ് ക്രീംസ് നമ്മൾ മാർക്കറ്റിൽ പലതും അവൈലബിൾ ആണ്. കോഡറിഡേം, പാൻഡം എന്നെല്ലാം പറഞ്ഞ ഓരോ സംഭവങ്ങളുണ്ട്. അതിൽ ഫുൾ സ്റ്റിറോയിഡ്സ് ആണ്. സോ പേഷ്യൻസ് അത് വെക്കുമ്പോൾ അവർ ഹാപ്പിയാവും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നിർത്തി കഴിഞ്ഞാൽ ഇത് 10 ഇരട്ടി തിരിച്ചു വരും. പിന്നെ ഇവര് 2 വർഷം 3 വർഷം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്നിരുന്ന പുള്ളിക്കാരിയുടെ കല്യാണമാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട്. സോ പെണ്ണ് കാണാൻ പോയ സമയത്ത് ചെക്കൻ ഹാപ്പിയാണ്, നല്ല ഫെയർ ആയിട്ടല്ലേ ഇരിക്കണ്ടെന്ന് പറഞ്ഞ്. ഇപ്പൊ എന്നോട് ചോദിക്കുക, ഡോക്ടറെ അത് നിർത്തിക്കഴിഞ്ഞാൽ എന്തിനാ, വാട്ട് ഹി വിൽ തിങ്ക് അബൌട്ട് മീ, ഞാൻ പഴയ പോലെ കറുത്തു പോവോ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സ്കിന്നെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക, സ്കിന്നിന്റെ കട്ടിപ്പ് കുറച്ച് വരുവോ ചെയ്യണേ. സോ നമ്മൾ വിചാരിക്കും ഫെയർ ആയിന്ന്. സോ ബേസിക്കലി രോമ വളർച്ച വരും, റെഡ്നെസ് വരും, വെയിലത്തെല്ലാം പോകുമ്പോൾ എരിച്ചിൽ വരും. അതാണ് സ്റ്റിറോയിഡിന്റെ ഡാമേജ്. ടോപ്പിക്കൽ സ്റ്റിറോയിഡ് ഡാമേജ്ഡ് ഫേസ് എന്നാണ് അതിനെ പറയുന്നത്, TSDF എന്ന് പറയും. TSDF, ടോപ്പിക്കൽ സ്റ്റിറോയിഡ് ഡാമേജ്ഡ് ഫേസീസ്. സോ ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞത് അപ്പൊ തന്നെ നിർത്തണം. എന്നിട്ട് ഞാൻ സേഫർ ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് ക്രീംസ് ആണ് ഞാൻ കൊടുത്തത്. സോ ഇതൊന്നും ആരും ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. സ്കിൻ ലൈറ്റനിങ് ക്രീംസിനെ പറ്റി തന്നെ കുറെ കോണ്ടന്റും ഉണ്ട്. ലൈക് there are so many new products coming up. You get cases like that as well. പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് അത് റിയാക്ഷൻ ആയി, സെൻസിറ്റിവിറ്റി കൂടി എന്ന് പറഞ്ഞു വരാറുണ്ട്. മെയിൻലി ഇത് ഈ സ്റ്റിറോയിഡ് കണ്ടന്റ് ഉള്ള ക്രീംസ് ആണ്. അപ്പൊ അവര് ഫെയർ ആവാൻ നമ്മൾ ഫാർമസിയിൽ പോയി ചോദിക്കും എന്തെങ്കിലും ഒരു ക്രീം തരണം. നമുക്ക് ഫാർമസി പോലും പോകണ്ടല്ലോ, നമ്മള് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുറന്ന് നമുക്ക് ഇങ്ങോട്ട് കുറെ സാധനങ്ങളെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ പെരട്ടുമ്പോ ഇത് നമ്മൾക്ക് യൂസ്ഫുളിനെക്കാട്ടിലും ബെനിഫിഷ്യലിനെക്കാട്ടിലും ഹാമാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന റൈറ്റ് ക്വാണ്ടിറ്റി, നമ്മൾ പറയുന്ന ടൈം. യൂഷ്വലി ഇങ്ങനത്തെ ഡീപിഗ്മെന്റിംഗ് ക്രീംസ് നൈറ്റിലാണ് അപ്ലൈ. അപ്പൊ ടോണി പറഞ്ഞ പോലെ രാവിലെ അത് സെൻസിറ്റീവ് ആണ് സ്കിൻ. ഇപ്പൊ രാവിലെ നമ്മൾ ഇത് പരട്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുഖം പൊള്ളിപ്പോവും. അതൊക്കെ പറഞ്ഞു തരാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യയിൽ മാത്രമേ ഈ സംഭവം നടക്കുകയുള്ളൂ. ഏതൊരുത്തിനും ഫാർമസിയിൽ പോയിട്ട് മരുന്ന് മേടിക്കാം. സോ ഫാർമസിസ്റ്റ് ഡോക്ടറായിട്ട് മാറുകയോ ചെയ്യണം ഇവിടെ. സോ ഏതൊരുത്തിനും എന്ത് ക്രീമും കൊടുക്കാം. സോ ഇവൻ പുഴുക്കടി, ഫംഗൽ ഇൻഫെക്ഷനും മരുന്നെടുക്കാരനാണ് മരുന്നെടുത്ത് കൊടുക്കണം. സോ അതിലും സ്റ്റിറോയിഡ്സ് ഉണ്ട്. ഫംഗസിനൊന്നും ഒരിക്കലും സ്റ്റിറോയിഡ്സ് കൊടുക്കാൻ പാടില്ല. സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോൾ അത് അപ്പസപ്രസാവും, വീണ്ടും 10 ഇരട്ടി പുഴുക്കടി വർദ്ധിക്കുക ചെയ്യണം. സോ അതിനെയാണ് ഈ സ്റ്റിറോയിഡ് ക്രീംസ് ലൈക്ക് ഫാർമസിക്കാര് കൊടുക്കൂല. അതാണ് ഇന്ത്യയിൽ മാത്രമേ ഈ പ്രശ്നം നടത്തുള്ളൂ. പിന്നെ ഒരിക്കലും 7 ദിവസം വെളുക്കണ ക്രീംസ് ഒന്നും ഒരിക്കലും മേടിക്കരുത്. 7 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ആരും വെളുക്കാൻ പറ്റൂല. അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ക്രീംസ് ഉണ്ട്, ബ്രിട്ടീഷ്, ഫൈസ എന്നെല്ലാം പറയും, കുറെ ക്രീംസ് ഉണ്ട്, എവർ യൂത്ത്, കുറെ സാധനങ്ങളുണ്ട്, ആൻഡോം, കോട്ടറിഡോംസ്, അതൊന്നും യൂസ് ചെയ്യരുത്. കുറെ ക്രീംസ് ഉണ്ട് മാർക്കറ്റിൽ. ഈ പല സ്കിൻ ഡിസീസസും സ്ട്രെസ് ആയിട്ടൊക്കെ ഭയങ്കര കോറിലേറ്റഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ് ദർ എനി കോറിലേഷൻ ബിറ്റ്വീൻ മെലാസ്മ ആൻഡ് സ്ട്രെസ്? സർട്ടൻ സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ട്രെസ് കാരണം മെലാസ്മ കൂടാം. അതെന്താ കാരണം എന്ന് വെച്ചാൽ, സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടും. അത് കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പിഗ്മെന്റേഷൻ കൂടും. അപ്പൊ അത് കാരണം മെലാസ്മ ട്രിഗർ ചെയ്യാം. പിന്നെ എഫക്ട് ആക്ച്വലി ചീത്ത സമയം കൊണ്ട് മെലാസ്മ ഉണ്ടാവും. ബിക്കോസ് അപ്പൊ സ്ട്രെസ് കൂടുമല്ലോ. പിന്നെ മാത്രമല്ല, യു ആർ ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഏജ്, റൈറ്റ്? ലൈക്ക് 40+.
So all this also has some correlation to stress. സ്ട്രെസ് Probably. മെയിൻലി ഹോർമോണലാണ്, ഏജിന്റെ വരുമ്പോൾ ഹോർമോണലാണ് ആ ഒരു ഫ്ലക്ച്വേഷൻ. ബട്ട് സ്ട്രെസ് ക്യാൻ ഒരു ആഡ് ഓൺ കോൺട്രിബ്യൂട്ടറി ഫാക്ടർ എന്ന് വേണമെങ്കിൽ. പിഗ്മെന്റഡ് ഡിസോർഡേഴ്സ് മെയിൻലി ഇപ്പൊ മെലാസ്മയെ പറ്റി നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും ഇപ്പൊ മുഖത്ത് ഒരു കറുത്ത പാടൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള സ്ട്രെസ് അത് ഉണ്ടാക്കുക? ആൻഡ് ഓൾസോ വാട്ട് വുഡ് യു ടെൽ പേഷ്യൻസ് ഹു ഹാവ് ദീസ് കൈൻഡ് ഓഫ് മനസ്സിലായി. അപ്പൊ കുറെ പേര് വരാറുണ്ട് ഇതിന്റെ ബേസിസിൽ അവര് മെന്റലി എഫക്റ്റഡ്, അവർക്ക് ആൾക്കാർ ഫേസ് ചെയ്യാൻ പറ്റണില്ല. സോ അവരത് അതിന് കവർ ചെയ്യാൻ വേണ്ടി കുറെ പുട്ടിയടിച്ച് കവർ ചെയ്യാൻ ശ്രമിക്കും, മേക്കപ്പ് എല്ലാം കുറെ ഇടാൻ ശ്രമിക്കും. അപ്പം ഫാമിലിയിലായാലും ആൾക്കാരായാലും അവരോട് ഇങ്ങനെ ചില ഡിസ്റ്റർബ് ഇങ്ങനെ കണ്ട ഉടനെ ആൾക്കാർ ചോദിക്കൂലെ, "ഇതെന്താ ഇങ്ങനെ പ്രശ്നം എന്താ കരുതി?" പിക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറയണം. പിന്നെ ആ മെലാസ്മിനെ നമ്മൾ അത് ട്രീറ്റ് ചെയ്യണം. ആ അസുഖത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ആ എന്താ പറയുക, ആ കരിവാളിപ്പ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റി ഈവൺ ആക്കി മാറ്റാൻ പറ്റും. അതാണ് സംഭവം. അപ്പം സോ ബേസിക്കലി ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇറ്റ് ഇസ് അനദർ സ്കിൻ ആക്നെ പോലെ, മോക്കുരു പോലെ, മെലാസ്മ ഓർ എനി കൈൻഡ് ഓഫ് പിഗ്മെന്റേഷൻ ഇസ് എ സ്കിൻ കണ്ടീഷൻ, ഇറ്റ് ഇസ് എ ഡിസീസ് ആൻഡ് വി ട്രീറ്റ് ഇറ്റ് in whatever ways that we can dermatologically. യെസ്. അപ്പൊ നമുക്ക് പറയുന്ന പേഷ്യൻസിനോട് സ്ട്രെസ് അടിക്കരുത്. യു ഹാവ് ടു ബി എന്താ പറയുക, അതിനെപ്പറ്റി ആലോചിച്ച് അത്രയും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. Correct. യെസ്. Yeah, that's I think a good message that we can tell people. യെസ്. നമ്മളിപ്പോ ഒരു കുറച്ചൊരു പിഗ്മെന്ററി ഡിസോർഡേഴ്സിനെ പറ്റി നമ്മളൊരു കുറച്ച് ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റി നമ്മൾ കുറച്ചൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ക്യാൻ വി ജസ്റ്റ് ഡ്വെൽ എ ലിറ്റിൽ ഡീപ്പർ സോ ദാറ്റ് our audience also understands എന്തൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത്? ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് യൂഷ്വലി അതിന് വരുന്ന റീസൺസ്? Like what are the, we can just cut it down into a few points. What will it be? Yes. So മെലാസ്മയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർപിഗ്മെന്റേഷൻ പല കോസസ് ആണ്. കണ്ടീഷൻസ് ഉണ്ട്, ലൈക് മെലാസ്മ, ആക്നെ പോയ പാടുകള്, പിന്നെ അക്കാന്തോസിസ്. ഓരോന്നിനും അക്കാന്തോസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ കഴുത്തിന്റെ പുറയിലുള്ള കരിവാളിപ്പ്, കക്ഷത്തിലുള്ള കരിവാളിപ്പ്, പ്രൈവറ്റ് ഏരിയയിലുള്ള കരിവാളിപ്പ്, അതിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് അക്കാന്തോസിസ് കണ്ടീഷൻ വരുന്നത്. നമുക്ക് സംസാരിക്കാം. ബിക്കോസ് അത് തീരെയും ഇപ്പൊ പറഞ്ഞ സ്ഥലങ്ങളിൽ അങ്ങനെ സൺ റേസ് പെടാത്ത സ്ഥലങ്ങൾ പ്രോബ്ലി ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. സോ ബേസിക്കലി മെലാനിന്റെ ഹൈപ്പർ പ്രൊഡക്ഷൻ, നമ്മുടെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്, മെലനോസൈറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ മെലാനിൻ എന്ന് പറഞ്ഞാൽ സ്കിൻ കളർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് ഈ കരിവാളിപ്പെല്ലാം വരുന്നത്, പിഗ്മെന്റേഷൻ വരുന്നത്. അത് നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും ഇത് വന്നിട്ട് കുറച്ച് കൂടുതൽ കാണുന്നുണ്ടെന്ന് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സ്പെസിഫിക് ഓരോ സ്കിൻ ടൈപ്പും കളർ അനുസരിച്ചാണ്. സോ ഓരോ ഇത് മാറും, ഇത്തരസിറ്റിയിൽ നമ്മുടെ സ്കിൻ കളറെല്ലാം മാറുമ്പോൾ മെലാനിന്റെ സൈസിനും മെലാനിന്റെ ഇതും വ്യത്യാസം വരും. ഓരോ സ്കിൻ കളറും സ്കിൻ ടൈപ്പ് അനുസരിച്ച്. ബ്രൗൺ സ്കിന്നിനാണ് കൂടുതലും ലൈക് വൈറ്റ് സ്കിന്നിനെക്കാട്ടിലും ഡാർക്ക് സ്കിന്നിനെക്കാട്ടിലും. അതെ. അപ്പം നമ്മുടെ സ്കിൻ, നമ്മൾ ഇന്ത്യൻ സ്കിൻ കളർ ഇച്ചിരി ഒരു ഗ്രേഡ് 4, ഗ്രേഡ് 5 ഫിക്സ് പാറ്റേൺ എന്ന് പറയും. ഇച്ചിരി കൂടെ ഡാർക്കർ ഷെയ്ഡ് ആണ്, ബ്രൗൺ ഷെയ്ഡ്സ് എന്ന് പറയും. സോ അതിൽ ഇച്ചിരി മെലാനിന്റെ കണ്ടന്റ് കൂടുതലാണ്. 2 ടൈപ്പ് മെലാനിൻ ഉണ്ട്, ഫിയോ മെലാനിൻ എന്ന് പറയും, യു മെലാനിൻ എന്ന് പറയും. സോ ഈ യു മെലാനിൻ ആണ് ബ്രൗൺ ടു ഡാർക്ക് പിഗ്മെന്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം. അത് നമുക്ക് ഇച്ചിരി കൂടെ കൂടുതലാണ്. അതാണ് വ്യത്യാസം. ആൻഡ് അതിലിപ്പം മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷനാണോ കൂടുതൽ ഡോക്ടറിന്റെ അടുത്ത് വരാറുള്ള ഇൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ? ഇസ് ദാറ്റ് മോർ കോമൺ ദാറ്റ് യു സീ? കൂടുതലും മെലാസ്മ തന്നെയാണ് വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ഈ ഫ്രെക്കിൾസ് എന്ന് പറയുന്നത്, അതും സൺലൈറ്റ് എക്സ്പോഷർ കാരണം വരുന്നതാണ്. നമ്മൾ ഒത്തിരി സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ മെയിൻ സ്കിന്നിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൺലൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പൊ ആ പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ വരുമ്പോൾ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെലാനിൻ ആണ് നമുക്കൊരു സ്കിന്നിൽ ഒരു അംബ്രല പോലെ കവർ ചെയ്യും നമ്മുടെ സ്കിന്നിനെ, അതിന്റെ ഹാർംഫുൾ എഫക്ട്സ് നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതല്ലാണ്ട് ഇനി വാട്ട് ആർ ദി അതർ കൈൻഡ് ഓഫ് ഹൈപ്പർ പിഗ്മെന്ററി ഡിസോർഡേഴ്സ് ദാറ്റ് യു കം അക്രോസ്? പിന്നെ വരുന്നത് ഫ്രെക്കിൾസ് ആണ്, അതും സൺ എക്സ്പോഷർ ഉള്ളത് കാരണമാണ്. പിന്നെ വരുന്നത് ലിപ് പിഗ്മെന്റേഷൻ, പിന്നെ കണ്ണിനു ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ, അത് പെരി ഓർബിറ്റൽ പിഗ്മെന്റേഷൻ എന്ന് പറയും. ഇതൊക്കെ തന്നെ ആക്ച്വലി റീസൺസ് ആർ അഗൈൻ സൺ എക്സ്പോഷർ. മെയിൻലി സൺ എക്സ്പോഷർ ആണ്. എന്ന് വെച്ചാൽ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടും സൺ എക്സ്പോഷർ കൂടുമ്പോഴത്തേക്ക്. പിന്നെ ടാനിങ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എന്ന് വെച്ചാൽ സൺ എക്സ്പോഷർ കാരണം ടാനിങ്ങും ഡൾനെസ്സും വരുന്നത്. അതൊരു ഡിസീസ് അല്ല, ബട്ട് ആസ് സച്ച് യു ക്യാൻ ഗെറ്റ് ദാറ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ കണ്ണിന്റെ ഉള്ളിലുള്ള ഡാർക്ക് സർക്കിൾസിന് വേറെ റീസൺ കൂടി ഉണ്ട്. ലൈക്ക് നമ്മളെ ഫ്രീക്വന്റ് മൊബൈൽ ഫോൺ യൂസേജ്, ഫ്രീക്വന്റ് സിസ്റ്റം യൂസേജ്, ഈ നമ്മളെ ബ്ലൂ ലൈറ്റും ഇൻഫ്രാറെഡ് റേസും, അതും ഈ ഉള്ള പിഗ്മെന്റേഷൻ കൂട്ടാനാണ് ചാൻസ്. അത് ശരിയാണല്ലേ? ഈ പറഞ്ഞ ലൈറ്റ്, ബ്ലൂ ലൈറ്റും ഇൻഫ്രാ, നമ്മൾ ഈ റൂമിന്റെ മുകളിലിരിക്കുന്ന ട്യൂബ് ലൈറ്റ് വരെ പ്രശ്നക്കാരനാണ്. അതുവരെ കരിവാളിപ്പ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. അത് ജനറലി സ്കിന്നിൽ എല്ലായിടത്തും. So that is why I think doctors say even if you're inside the house, even in indoors you need to apply sunscreen. Okay. Very important.
And I've also read somewhere about this friction കൊണ്ടുണ്ടാവുന്ന പിഗ്മെന്റേഷൻ. അതെങ്ങനെയാണ്? വാട്ട് ഇസ് ദ സ്റ്റോറി? അത് ചിലവർ ഈ അലർജി പ്രോൺ ആൾക്കാര് ചിലർ എപ്പോഴും ഇങ്ങനെ മൂക്ക് തിരുമ്മിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ മൂക്ക് തിരുമ്മി വരുമ്പോൾ ഒരു ലൈൻ പോലെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലവർ കണ്ണ് എപ്പോഴും തിരുമ്മിക്കൊണ്ടിരിക്കും. അപ്പൊ അടിയിൽ ഡാർക്ക് സർക്കിൾസ് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ നക്കിൾസ് എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രിക്ഷൻ വരുമ്പോൾ അങ്ങനെ വരാറുണ്ട്. ടൈറ്റ് ക്ലോത്ത്സ് ടൈറ്റ് ഇതിലിടുമ്പോൾ ഒരഞ്ഞ് സ്ട്രാപ്പ് എല്ലാം ഒരയുമ്പോഴും അവിടെയും പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്രിക്ഷണൽ മെലനോസിസ് പറയും. It's called frictional melanosis. That is again like ആ ഫ്രിക്ഷൻ ഉള്ള സ്ഥലത്ത് മെലനിൻ പിഗ്മെന്റേഷൻ കൂടുതൽ. ഒരു ഫ്രിക്ഷൻ കാരണം ഒരു ട്രിഗർ പോലെ ആയിട്ട് അവിടെ പിഗ്മെന്റേഷൻ കൂടുതൽ ചെയ്യണം ആ ഏരിയയിൽ. ആഡിങ് ടു ദാറ്റ്, നമ്മൾ ഈ കൂടുതൽ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ എവറി ഡേ ദേ യൂസ് മേക്കപ്പ്. അപ്പോൾ അത് വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ടാവും. കൂടുതലായിട്ട് റബ്ബ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയും വരുമ്പോൾ പിഗ്മെന്റേഷൻ വരാം. So what do you suggest is the best way to remove makeup? നമ്മൾ നന്നായിട്ട് ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് വെറ്റ് ആക്കി എക്സസീവ് റബ്ബ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ അപ്പൊ അങ്ങനെ പറയുമ്പോ ആക്ച്വലി ഈവൻ യൂസ് ഓഫ് സ്ക്രബ്സും എക്സ്ഫോളിയന്റ് ഉള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, മാർക്കറ്റ് ലോട്ട്. ഫിസിക്കൽ സ്ക്രബ്സ് നമ്മൾ വളരെ മിനിമൽ യൂസ് ചെയ്താൽ മതി. യു ഡോണ്ട് നീഡ് ടു യൂസ് ഇറ്റ് ലൈക്ക് ട്വൈസ് എ വീക്ക് പോലും യൂസ് ചെയ്യണ്ട. So that dermatologists usually suggest not to use products with നമ്മൾ ഈ ലൂഫ സംഭവങ്ങളൊന്നും എല്ലാം കൂടെയാണ്. ലൂഫാസ് ബ്രീഡ് ബാക്ടീരിയ. നമ്മൾ ഒരിക്കലും ഇതിട്ടൊന്നും ഉരക്കരുത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആക്ച്വലി നമ്മൾ ഇഞ്ചി നിർത്തണം. ഇതിട്ട് ഉരയ്ക്കുമ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ വന്ന് കൂടുതൽ വേഴ്സാക്കുക ചെയ്യണം. അങ്ങനെ ഇപ്പോഴും അങ്ങനത്തെ പേഷ്യൻസ് കിട്ടാറുണ്ട്. പിന്നെ ഇഷ്ടംമാതിരി എന്തോരം പേഷ്യൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത് മാറ്റിക്കും. Actually, also we get loofah free with body wash now. അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. നമ്മൾ അത്രയിട്ട് ഉരക്കേണ്ട കാര്യമില്ല. നമ്മൾ തേച്ച് ഉരച്ച് അഴകൊക്കെ കളയാനായിട്ട്. ഓൾസോ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് കറുപ്പൊക്കെ വരുമ്പോ ആൾക്കാർ വിചാരിക്കുന്ന അതൊന്ന് ഉരച്ച് കളഞ്ഞാൽ പോകും എന്നുള്ളൊരു തോന്നൽ. ഒത്തിരി ചെളി ഇങ്ങനെ ഉരച്ച് കളഞ്ഞിട്ട് പോകാം, അങ്ങനൊന്നും ഇല്ല. നമുക്ക് നോർമൽ ആയിട്ട് സോപ്പിട്ട് കഴുകിയാൽ മതി, വളരെ സോഫ്റ്റ് ആയിട്ട്. ടെൻഡർ ലവിങ് കെയർ കൊടുക്കുക സ്കിൻ. We don't need to actually scrub out any kind of pigmentation out of the body. നമ്മളിപ്പോ ഇതുവരെ സംസാരിച്ചിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കിയേക്കുന്ന ഏറ്റവും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള വൺ ഓഫ് ദ ബിഗസ്റ്റ് കൾപ്രിറ്റ് സൺ കൊണ്ടുണ്ടാവുന്ന ഡാമേജ്. അത് ഒന്ന്. പിന്നെ ഫ്രിക്ഷൻ ഇസ് സംതിങ് വിച്ച് ഓൾസോ യു ആർ സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്. ജെനറ്റിക്സിന് ഇതിനൊക്കെയുള്ള പ്രെവലൻസ് എന്താണ്? ജെനറ്റിക്സ് ഉണ്ട്, എസ്പെഷ്യലി ദീസ് മെലാസ്മ. അതിനാണ് ഈ ജെനറ്റിക് റെസ്പോൺസിബിലിറ്റീസ് വെരി വെരി ഹൈ. സോ അമ്മയ്ക്കും എല്ലാം ഉണ്ടെങ്കിൽ മറ്റൊരു കിട്ടാനുള്ള ചാൻസസ് ആർ മച്ച് ഹൈ. അച്ഛനുണ്ടെങ്കിൽ ചാൻസസ് അച്ഛന് അന്നേരം വരാൻ ചാൻസസ് കുറവാണ്. പറഞ്ഞ പോലെ 10% ഉള്ളൂ. സോ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മറ്റൊരു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. There are chances. Higher chances. Yeah, higher chances are there. ഇപ്പൊ എനിക്ക് അമ്മയ്ക്ക് സപ്പോസ് മെലാസ്മ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അത് അവോയ്ഡ് ചെയ്യാന്നുള്ള ഒരു? നമ്മള് ഏർലിയർ ഓൺവേർഡ്സ് തന്നെ നമ്മൾ സ്കിൻ കെയറിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മളൊരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ തന്നെ സൺസ്ക്രീൻ നല്ലതായിട്ട് പെരട്ടണം. എന്നുവെച്ചാൽ മെയിൻലി ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ട്, പക്ഷെ ഇതിന്റെ ഒക്കെ ഇത് കൂട്ടുന്നത് സൺ എക്സ്പോഷർ. അപ്പൊ അത് നമുക്ക് കുറച്ച് ഒരു എക്സ്റ്റെന്റ് വരെ മെലാസ്മ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. പിന്നെ ബർത്ത് കൺട്രോൾ പിൽസ്, അങ്ങനത്തെ പിൽസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. സോ ദാറ്റ് കുറച്ച് നാളത്തെങ്കിലും പ്രൊലോങ് ചെയ്യാം ഇത് വരാതിരിക്കാൻ, ഓർ ടു എൻ എക്സ്റ്റെന്റ് ഇത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. So probably instead of 45 people will get at 50 or something. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യണം. ലൈക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ റെക്കമെൻഡഡ് ഏജ് ഗൈഡ് ലൈൻസ് പറഞ്ഞാൽ 6 months ആണ്. 6 months വാവകളോട് നമ്മൾ അമ്മമാരോട് ഇപ്പൊ സൺസ്ക്രീൻ പരട്ടാൻ പറയും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് സൺസ്ക്രീൻ. ഇത് ആക്ച്വലി ഇങ്ങനത്തെ കോസ്മെറ്റോളജി റിലേറ്റഡ് പ്രശ്നങ്ങൾക്കാണോ അതോ ഇസ് ദർ എനിത്തിങ് എൽസ് ലൈക്ക് അതർ സ്കിൻ ഇഷ്യൂസ്? മെഡിക്കൽ കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ കുറെ കണ്ടീഷൻസിൽ ലൈക്ക് ഫോട്ടോഡെർമറ്റൈറ്റിസ് ഉണ്ട്, PMLE പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻ ഉണ്ട്. ഇതെല്ലാം മെഡിക്കൽ കണ്ടീഷൻസ് ആണ് ബിക്കോസ് ഓഫ് സൺ എക്സ്പോഷർ. യെസ്. പിന്നെ ഈവൻ നമ്മളുടെ സ്കിൻ കളർ ഇച്ചിരി ബ്രൗണിഷ്, ഒരു ഫിറ്റ്സ്പാട്രിക് 4-5 എന്ന് പറയും. ഈവൻ ദ ഫിറ്റ്സ്പാട്രിക് 1, അമേരിക്കൻസ്, ദ ബ്രിട്ടീഷേഴ്സ്, അവരെല്ലാം വെച്ചാൽ ഫെയർ സ്കിൻ ആണ്. അവര് സൺ കുറെ അടിച്ചു കഴിഞ്ഞാൽ ഈവൻ ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ട്. അവരുടെ ലൈക്ക് ഇറ്റ്സ് മോർ പ്രോൺ ഫോർ ദം. സോ അവർ സ്കിൻ ടൈപ്പ് ഇസ് മോർ പ്രോൺ ഫോർ ടാനിങ് than burn, where their skin type is more chance for burning than tanning. And this is another thing which I've always thought about. Like നമ്മളിപ്പോ സൺസ്ക്രീനെ പറ്റി ഇത്ര അധികം സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ 6 മാസം തൊട്ട് സൺസ്ക്രീൻ പറ്റണം. And there's a lot of material where we talk about sunscreen. As a child, I've never used sunscreen. My mother probably has never heard of, like, you know, in their times, never heard of sunscreen. And I think that they all had good skin. So is there something else which has changed, which
is the reason why we talk so much about sun protection now, or നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വി ആർ ഓൾ ഗോയിങ് ഔട്ട്സൈഡ്. നമ്മൾ വർക്കിന് പോകുന്ന ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ വർക്കിന് പോകുന്നു. നമ്മുടെ പാരന്റ്സിന്റെ അവരുടെ പാരന്റ്സിന്റെ സമയത്ത് അത്ര വർക്ക് ലേഡീസ് വർ നോട്ട് ഗോയിങ് ഔട്ട് ഫോർ വർക്ക് അത്ര ഫ്രീക്വന്റ് ആയിട്ട്, ഓർ മെനി പീപ്പിൾ വർ നോട്ട് ഗോയിങ്. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ആ സമയത്ത് അതൊന്നും അത്ര ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു ഈവൻ വീട്ടിന്റെ അകത്തൊന്നും പണ്ടത്തെ പോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കുറവായിരുന്നല്ലോ, കുറച്ച് നാച്ചുറൽ ലൈറ്റ് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സണ്ണിന്റെ ഇന്റൻസിറ്റി തന്നെ വളരെ കൂടുതലാണ്. ഏർലി മോർണിംഗ് തന്നെ ഭയങ്കര വെയിലാണ്. സോ ആ ഇന്റൻസിറ്റി UV റേസിന്റെ ഇന്റൻസിറ്റി വളരെ കൂടി. ഓസോൺ ലെയർ ഒക്കെ ഇപ്പൊ കുറഞ്ഞു. സോ ലോട്ട് ഓഫ് ഹാർംഫുൾ റേസ് ആർ പാസിംഗ് ഇൻ. അപ്പൊ ഇതൊക്കെ കാരണം നമ്മുടെ സൺ ഡാമേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് സൺസ്ക്രീൻ വളരെ valid reason to use sunscreen properly. ഡെഫിനറ്റ്ലി. ആൻഡ് വൺ മോർ തിങ് ടു ആഡ്, അതിന്റെ ആ സ്പെസിഫിക് ക്വാണ്ടിറ്റിയിൽ എടുക്കണം. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ബെനിഫിഷ്യൽ ആവില്ല. നമ്മളൊരു സ്പെസിഫിക് ക്വാണ്ടിറ്റി ആൻഡ് റെഗുലർ ഇന്റർവെൽസിൽ അത് അപ്ലൈ ചെയ്യണം. എന്നാലേ അതിന്റെ ആക്ഷൻ കംപ്ലീറ്റ് ആകും.